ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ കൂട്ടം ചേർന്ന് വന്ന് നമ്മുടെ ഈ മൈക്ക് സാക്ഷിയുള്ള 3 വണ്ടികൾ നമ്മുടെ പ്രചരണത്തിന് ആവശ്യമുള്ള നമ്മുടെ പ്രചരണത്തിന് മുന്നിൽ അനൗൺസ്മെന്റുമായിട്ട് പോകേണ്ട 3 വണ്ടികൾ വീട്ടുമുറ്റത്ത് കയറി തല്ലി തകർക്കുകയും അത് ചോദ്യം ചെയ്യാൻ വന്ന ആ വീട്ടമ്മയെ കൈക്കുഞ്ഞുമായി നിന്ന വീട്ടമ്മയെ തല്ലി താഴെയിടുകയും ചെയ്തു. നിങ്ങൾ അറിയണം, സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രകടന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു നിയോജക മണ്ഡലത്തിന്റെ സമാധാന സ്വഭാവം തകർക്കുവാൻ വേണ്ടി ഒരുപക്ഷെ പരാജയ ഭീതി ഒരു വേദിയിലും നമ്മളിപ്പോൾ ഇവിടെ 50,000 വോട്ട് അല്ലെങ്കിൽ 60,000 വോട്ടെന്ന് ഒരു വേദിയിലും പ്രസംഗിക്കാറ്. ഞാൻ പറയുന്നത് പ്രതിപക്ഷ മര്യാദ ആഴ്ചയാണ്. രാവിലെ പള്ളിയിൽ പോയി കുരുത്തോലയിൽ ഏറ്റുവാങ്ങി കുർബാന കൈക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പറയുകയാണ്, അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയത്തില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം തൊടുപുഴയുടെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ UDFന്റെ പ്രവർത്തകരെ കിട്ടത്തില്ല. അവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ, പരാജയ ഭീതിയോ എന്താണെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ ബലഹീനത, അത് അവരുടെ കൊള്ളരുതായ്മ. ഈ നാട്ടിലെ ജനം നമ്മൾ പ്രചരണത്തിന് പോകുമ്പോൾ അവര് തല്ലി തകർത്ത 3 പ്രചരണ വാഹനങ്ങൾ നമ്മൾ ഈ മേഖലയിൽ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പോവാ. ജനങ്ങൾ കാണട്ടെ, ഗുണ്ടായിസമല്ല രാഷ്ട്രീയമെന്ന് അവരെ ജനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഈ കാലം അത്രയും 9.5 വർഷത്തിന് മുകളിലായി നമ്മുടെ ഈ സംസ്ഥാനത്തെ അതിനു മുമ്പ് പ്രചരണ വാഹനങ്ങൾ നമ്മുടെ പ്രചരണ വാഹനങ്ങൾ ഇവിടെയുണ്ട്. 3 വാഹനങ്ങളാണ് പ്രചരണ വാഹനങ്ങൾ തല്ലി പൊളിച്ചത്. ഇത് ബാറ് നീട്ടിക്കൊടുത്തിട്ടുണ്ടാക്കിയ കാശൊന്നുമില്ല ഞങ്ങളിത് അല്ല. അത് നിങ്ങൾക്ക് ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു. 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ചു. നിയമസഭയിൽ ഇതേ ദിവസത്താണ് ചോദിച്ചെന്നാൽ ഈ ഇടുക്കി പാക്കേജിൽ ഇടുക്കി ജില്ലയിൽ എത്ര രൂപ മുടക്കിയിട്ടുണ്ട്? നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട 56 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ 56 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്തിട്ടും ഒരു പദ്ധതി പോലും പൂർത്തീകരിച്ചിട്ടില്ല. 1 കോടി രൂപയുടെ പദ്ധതി പോലും ചെയ്യാനുള്ളത്. ശബരിമല കൊള്ളയടിക്കുവാൻ LDF അല്ലാതെ മറ്റാരുണ്ട്? നിത്യോപയോഗ സാധനങ്ങളുടെ വില വിലയിരുത്തം കുതിച്ചുയരുമ്പോഴും നികുതി കെട്ടിട നികുതിയും തൊഴിൽ നികുതിയും കറണ്ട് ചാർജ് വർധനവും വെള്ളക്കരവും വർദ്ധിപ്പിച്ച് നാടിന്റെ പ്രിയപ്പെട്ട സാരഥി അപ്പോ ജോൺ ജോസഫിനെ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലകേറിയ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാൻ നാട്ടിലെ പ്രബുദ്ധരിൽ പ്രബുദ്ധരായ നല്ലവരായ മുഴുവൻ സമുദായങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നാടിന്റെ സുന്ദരമായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഒട്ടേറെ സുന്ദരമായ വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊടുക്കണ്ടേ? അവിടെ കൊടുക്കണം തന്നെ.